ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് കുരിശിൽ മുഴങ്ങിക്കേട്ട 5-ാമത്തെ വചനം. എലോയ് എലോയ് ലാമ സബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? തൻ്റെ തീവ്രമായ വേദനയുടെയും ദുഃഖത്തിൻ്റെയും മധ്യത്തിൽ ഈശോ 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം പേറി പീഡിതനായ ഈശോയുടെ ശൂന്യതാബോധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അവിടുന്ന് നിലവിളിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? അതായത് ഈശോയ്ക്ക് പിതാവുമായുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു. ഇത്രയും കാലം ആബാ ആബാ പിതാവേ എന്നൊക്കെ വിളിച്ചിരുന്ന ഈശോ ജീവിതത്തിൽ ആദ്യമായി തൻ്റെ പിതാവിനെ വിളിക്കുകയാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന്. പാപിയുടെ നിലവിളിയാണിത്. പിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ മണിക്കൂറിനെയാണ് പിതാവേ, കഴിയുമെങ്കിൽ നീക്കിത്തരണമേ എന്ന് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ വേദനയെ കൈനീട്ടി വാങ്ങിയത് എന്നെയും നിങ്ങളെയും ഓർത്തിട്ടാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദൈവപിതാവ് പുത്രൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരുന്നത്. ഈശോയുടെ പിതാവുമായുള്ള ബന്ധം മുറിക്കപ്പെട്ടത് മനുഷ്യമക്കൾക്ക് പിതാവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനാണ്. ഓരോ 50 നോമ്പും ഓരോ ദുഃഖവെള്ളിയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കുരിശിൽ പ്രകടമായ ഈ ദൈവസ്നേഹത്തെയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ലോകം വച്ചു നീട്ടുന്ന നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോഴും ധനത്തിനും അംഗീകാരത്തിനും ഉന്നത സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഇരുട്ടിൽ തപ്പിത്തടയുമ്പോഴും തമ്മിലടിക്കുമ്പോഴും ഒന്ന് നിൽക്കാൻ, തിരിച്ചു നടക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ധൂർത്തപുത്രനെ പോലെ നമുക്കും സുബോധമുള്ളവരായി മാറാം. ലോകത്തിലെ മിന്നിത്തിളങ്ങുന്ന സത്യങ്ങളെ, സന്തോഷങ്ങളെ, ഇവ നൽകുന്ന സുഖമാകുന്ന തവിടിനെ കൈവിട്ട് അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് മടങ്ങാം. നമ്മുടെ നോമ്പാചരണവും പ്രാർത്ഥനകളുമെല്ലാം വെറും ചടങ്ങുകളായി കടന്നു പോകാതെ നമുക്ക് വേണ്ടി പിച്ചു ചീന്തപ്പെട്ട ഈശോയുടെയും നമുക്ക് വേണ്ടി സ്വപുത്രനെ ബലിയർപ്പിച്ച പിതാവിൻ്റെയും സ്നേഹം തിരിച്ചറിയുവാനും തിരിച്ചു നടക്കുവാനുമുള്ള അവസരമാക്കി ഈ നോമ്പുകാലത്തെ നമുക്ക് മാറ്റാം. വിവേകമതികളായ കന്യകമാരെ പോലെ ഉത്തമ മനസ്താപത്തിൻ്റെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും എണ്ണയൊഴിച്ച വിളക്കുകളുമായി ഉദ്ധിതനായ ഈശോയെ നമുക്ക് വരമേൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.